പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, ഈ ജനുവരി മാസത്തിൻ്റെ 12-ാം തീയതിയിലേക്ക് ഞങ്ങൾ കടക്കുമ്പോൾ കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തെ മുഴുവനായി തിരുഹൃദയത്തിന് ഞങ്ങൾ സമർപ്പിക്കുകയാണ്. കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങയുടെ ശക്തമായ സാന്നിധ്യം എപ്പോഴും ഞങ്ങൾ അനുഭവിച്ചറിയട്ടെ. ജീവിതത്തിലെ നല്ല അവസരങ്ങളിൽ എന്ന പോലെ പ്രതികൂല സാഹചര്യങ്ങളിലും ഞങ്ങളുടെ ജീവിതത്തിലെ രോഗാവസ്ഥയിലും അതുപോലെ സുഖത്തിലും ജീവിതത്തിലെ ഉയർച്ച താഴ്ചകളിലുമെല്ലാം അങ്ങയുടെ ശക്തമായ സാന്നിധ്യം നന്ദിയോടുകൂടെ ജീവിക്കുവാൻ ഞങ്ങളെ ശക്തരാക്കട്ടെ. ആമേൻ. ഈശോയിലെ സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, ജനുവരി മാസത്തിന്റെ ഈ 12-ാം തീയതിയിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ഇന്ന് നമ്മുടെ ചിന്തയ്ക്ക് ദൈവമായ കർത്താവ് നൽകുന്ന തിരുവചനം വിശുദ്ധ പൗലോസ് ശ്ലീഹ തെസ്സലോനിക്കക്കാർക്ക് എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായം 18-ാം തിരുവചനമാണ്. നമ്മൾ ഇപ്രകാരം വായിക്കുന്നു: എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിപ്പിക്കുവിൻ, ഇതാണ് യേശുക്രിസ്തുവിൽ നിങ്ങളെ സംബന്ധിച്ചുള്ള ദൈവഹിതം. എല്ലാ കാര്യത്തിലും നന്ദി പ്രകാശിപ്പിക്കുവിൻ, ഇതാണ് യേശുക്രിസ്തുവിൽ നിങ്ങളെ സംബന്ധിച്ചുള്ള ദൈവഹിതം. പ്രിയമുള്ളവർ, നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ ധ്യാനിക്കുന്നത് ഈ ക്രിസ്മസ് കാലഘട്ടം കഴിഞ്ഞ് നമ്മൾ ദനഹ കാലത്തിലേക്ക് കടക്കുമ്പോൾ ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾ ധ്യാനിച്ചത് ദൈവം തന്നെ വെളിപ്പെടുത്തിയത്. ഇവൻ എൻ്റെ പ്രിയപുത്രനാണ്, ഇവന് ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന സ്വർഗത്തിൽ നിന്നുള്ള സ്വർഗീയ പിതാവിന്റെ ആ ഒരു ഉറപ്പ്, ഒരു വെളിപ്പെടുത്തൽ ഈശോയെ സംബന്ധിച്ച് നൽകുകയാണ്. ഇമ്മാനുവേലായി അവിടുന്ന് നമ്മോടൊപ്പം ആയിരിക്കുന്ന ദൈവം നമ്മളെ ആ ജീവന്റെ സമൃദ്ധിയിലേക്ക് നയിക്കാൻ അവിടുന്ന് ആഗ്രഹിക്കുകയാണ്. പ്രിയമുള്ളവർ, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന്റെ ഏറ്റവും അടിസ്ഥാനമായിട്ട് നമുക്ക് വേണ്ട ഒരു തീരുമാനമാണ്, ഒരു വികാരമല്ല, ഒരു തീരുമാനമാണ് നന്ദിയുള്ളവരായിരിക്കുക എന്നുള്ളത്. നമ്മുടെ ജീവിതത്തിൽ സ്വാഭാവികമായിട്ടും നമ്മൾ ഉണ്ടാകേണ്ട ഒരു ജീവിതത്തിന്റെ ഭാഗമായിട്ട് വേണ്ട ഒരു കാര്യമാണ് നന്ദി. അങ്ങനെ ദൈവ സാന്നിധ്യം തിരിച്ചറിയുന്ന ദൈവത്തിന്റെ ഒരു മകനോ മകൾക്കും ഈ നന്ദിയുടെ വികാരം തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഇന്നത്തെ തിരുവചനം നമ്മൾ തിരഞ്ഞെടുത്തത് എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിപ്പിക്കുവിനെന്ന്. ഇത് യേശുക്രിസ്തുവിൽ നിങ്ങളെ സംബന്ധിച്ച ദൈവത്തിന്റെ ഹിതമാണ്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട, നന്ദി എന്നത് പലപ്പോഴും നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്ന ഒരു വികാരമായിട്ടാണ്. അതൊരു വികാരം എന്നതിലുപരി ഒരു തീരുമാനമാണ്. എൻ്റെ ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ, അനുകൂലമായ കാര്യങ്ങളോ പ്രതികൂലമായ കാര്യങ്ങളോ എന്തു സംഭവിച്ചാലും അതിൽ ഞാൻ ദൈവത്തിന് നന്ദി പറയും. കാരണം ദൈവത്തിന് എന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. അതെൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ്, എനിക്ക് ക്ഷേമമുണ്ടാകാനുള്ള പദ്ധതിയാണ്, നല്ല ഭാവി ഉണ്ടാകാനുള്ള പദ്ധതിയാണ്. ഒരുപക്ഷെ നമുക്ക് ഈ ഒരു സാഹചര്യങ്ങൾ അല്ലെങ്കിൽ കടന്നു പോകുന്ന പ്രതിസന്ധികൾ മനസ്സിലാക്കാൻ കഴിയാത്തത് കൊണ്ടാണ്. അതിന്റെ പിന്നിൽ ദൈവം നമുക്കായിട്ട് ഒരുക്കുന്ന അവിടുത്തെ നന്മകൾ സ്വീകരിക്കാൻ നമ്മൾ തയ്യാറാകണം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നന്ദിയില്ലാത്ത ഹൃദയത്തിന്റെ പ്രത്യേകത എന്താണ്? എപ്പോഴും പരാതിപ്പെടുന്ന മനുഷ്യര്. അതുപോലെ തന്നെ നമ്മൾ ദൈവത്തിന്റെ കൃപ നമ്മുടെ ജീവിതത്തിൽ കാണാതെ എത്രയോ നന്മകളെ ദൈവം നമുക്ക് ഓരോ ദിവസവും നമുക്ക് നൽകുന്ന, പ്രഭാതം മുതൽ സായാഹ്നം വരെയുള്ള നമ്മുടെ ജീവിതത്തെ നമ്മളൊന്ന് പരിശോധിച്ച് നോക്കൂ. എത്രയോ നല്ല അനുഭവങ്ങളിലൂടെ ദൈവം നമ്മളെ നയിക്കുന്നു. ദൈവം നമുക്കായിട്ട് എന്തെല്ലാം ഒരുക്കും. നമ്മുടെ ജീവിതത്തെക്കുറിച്ച് നമ്മൾ നോക്കുക. ഒരു മനുഷ്യ ശരീരം തന്നെ നമ്മൾ അറിയാതെ തന്നെ നമ്മൾ ശ്വസിക്കുന്നു. നമ്മുടെ ശരീരത്തിൽ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. നമുക്കറിയാം, ദഹനങ്ങൾ നടക്കുന്നു, അതുപോലെ തന്നെ രക്തം, അതുപോലെ ശരീരത്തിൽ മുഴുവൻ ഒഴുകുന്ന ജീവന്റെ ആ ജീവശ്വാസം നമ്മുടെ ഉള്ളിലേക്ക് കടന്ന് ഓരോ അണുവിലേക്കും എത്തുകയാണ്. നമ്മളിതൊന്നും തിരിച്ചറിയുന്നില്ല. നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് എത്രയോ മനുഷ്യർ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്ന് നമുക്ക് ദൈവത്തിന്റെ സാന്നിധ്യം പകർന്നു നൽകുന്നു. എത്രയോ ജീവിത അനുഭവങ്ങളിലും ദൈവം നമ്മളെ കരുതലോടുകൂടെ മുന്നോട്ട് നയിക്കുന്നു. പ്രതിസന്ധികളിൽ കർത്താവ് മുന്നോട്ട് നയിക്കുന്നു. ദൈവം നമുക്കായിട്ട് നന്മ മാത്രം ഒരുക്കുന്നു. ഈ ലോകത്ത് നമ്മളൊരു മനുഷ്യൻ മരിക്കുമ്പോൾ പോലും ദൈവം അവനെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും. കർത്താവിന്റെ കരുണ, അവിടുത്തെ സ്നേഹം നമ്മളെ പൊതിഞ്ഞു പിടിക്കുന്നുണ്ട്. ഇത് തിരിച്ചറിയാനായിട്ട് പ്രിയമുള്ളവരെ നമുക്ക് സാധിക്കണം. അതുകൊണ്ട് ഒരു ക്രിസ്തീയ വിശ്വാസി എപ്പോഴും ദുഃഖത്തിൽ പോലും ആണെങ്കിലും നാം ഇഷ്ടപ്പെടാത്ത സാഹചര്യങ്ങൾ പോലും ദൈവം നമ്മെ ശുദ്ധീകരിക്കാനും വളർത്താനും ഉപയോഗിക്കുന്നു. ദുഃഖത്തിൽ നന്ദി പറയുമ്പോൾ നമ്മുടെ വിശ്വാസം ആഴപ്പെടുന്നു എന്ന് നമ്മൾ തിരിച്ചറിയാം. പ്രിയമുള്ളവർ, ഇന്നത്തെ ഈ കേട്ട തിരുവചനത്തിന്റെ വെളിച്ചത്തിൽ എല്ലാ കാര്യത്തിലും കർത്താവിന് നന്ദി പറയാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. അങ്ങനെ വരുമ്പോൾ വിനയമുള്ളവരായി, എല്ലാം ദൈവദാനമാണെന്ന് തിരിച്ചറിയുമ്പോൾ നമ്മളുള്ള അഹങ്കാരമൊക്കെ വിട്ടുപോയി ഏറ്റവും വിനയത്തോടു കൂടെ ദൈവത്തിന്റെ മുന്നിൽ നിൽക്കാനായിട്ട് നമുക്ക് സാധിക്കും.
അതുപോലെ നന്ദിയോടെ ജീവിക്കുന്ന ഒരു വ്യക്തി ഈ ലോകത്ത് പ്രത്യാശയുടെ ഒരു അടയാളമാണ്. മറ്റുള്ളവരെ ദൈവത്തിലേക്ക് നയിക്കുന്ന ഒരു വ്യക്തിയായിട്ട് മാറും. അതുകൊണ്ട് ഇന്ന് നമുക്ക് നമ്മുടെ ജീവിതത്തെ പരിശോധിക്കാം. നന്ദിയോടെ ജീവിക്കാനായിട്ട് പരിശ്രമിക്കുന്നവനാണോ ഞാൻ? ഈ ദൈവസാന്നിധ്യത്തെ കുറിച്ചൊക്കെ നമ്മൾ ചിന്തിക്കുന്ന ഈ ദിവസങ്ങളിലൊക്കെ ആ ദൈവത്തിന്റെ ശക്തമായ സാന്നിധ്യം തിരിച്ചറിയാൻ നമുക്ക് ലോകത്തിൽ നമ്മുടെ ജീവിതം ഒരു പ്രത്യാശയുടെ അടയാളമാണ്. മറ്റുള്ളവരെ ദൈവത്തിലേക്ക് നടത്തുന്ന ഏത് പ്രതിസന്ധിയിലാണെങ്കിലും എന്റെ ദൈവം എന്നെ കരം പിടിച്ച് നടത്തുമെന്ന് നമുക്ക് മറ്റുള്ളവർക്ക് ഉറച്ച ഒരു വിശ്വാസം, പ്രത്യാശ കൊടുക്കാൻ നമ്മുടെ ജീവിതം തന്നെ കാരണമാകണം. നമ്മുടെ ജീവിതത്തിലെ ഓരോരോ അനുഭവങ്ങൾ, എനിക്കും നിങ്ങൾക്കൊക്കെ ഒരുപാട് അനുഭവങ്ങളുണ്ട്. ആരോഗ്യ ബുദ്ധിമുട്ടുകൾ, ജോലിയുമായിട്ട് ബന്ധപ്പെട്ട്, നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കടന്നു പോകുന്ന ഒരുപാട് അസ്വസ്ഥതകളൊക്കെ, അതിനടുവിലും ദൈവത്തിന്റെ ശക്തമായ കരം, പ്രത്യാശയിലേക്ക് നയിക്കുന്ന ദൈവം, എല്ലാം നന്മയ്ക്കായിട്ട് ഒരുക്കുന്ന ദൈവത്തിന്റെ ശക്തമായ സാന്നിധ്യം, അതാണ് ക്രിസ്മസ് കാലഘട്ടം. നമ്മൾ ഈ ദനഹാകാലത്തേക്ക് കടന്നു കഴിയുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത്, എന്നെയും നിന്നെയും രക്ഷിക്കാനായിട്ട് കടന്നു വന്ന ദൈവപുത്രനായ മിശിഹ, അവിടുന്ന് ജീവനുള്ള ദൈവമാണ്, ലോകത്തെ കീഴടക്കിയവനാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയമുള്ളവരെ, കർത്താവായ ദൈവം ഈ ദിവസം ഞങ്ങൾക്ക് നൽകിയ ഈ ആഴമായ ചിന്തയെ ഓർത്ത് നന്ദി പറയുന്നു. എല്ലാ കാര്യങ്ങളിലും ദൈവമേ അങ്ങേക്ക് നന്ദി പറയാനുള്ള വലിയൊരു ഹൃദയ വിശാലത ഞങ്ങൾക്ക് നൽകണമേ. അങ്ങനെ ഞങ്ങളുടെ ജീവിതം മറ്റുള്ളവരെയും അങ്ങിലേക്ക് നയിക്കട്ടെ. പ്രത്യാശയോടെ ജീവിക്കാനും ദൈവം ഞങ്ങൾക്കായിട്ട് ഒരുക്കുന്നതെല്ലാം ഇരുകൈ നീട്ടി സ്വീകരിക്കാനുള്ള കൃപാവരം കർത്താവേ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തെ അനുഗ്രഹമാക്കി മാറ്റണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.